എന്താ മോളെ ഇത്? മോൾ എന്തിനാ ഇങ്ങനെ വെറുതെ? അതിനിവിടെ ഇപ്പൊ എന്ത് പറ്റിയെന്നാ? കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല എനിക്ക്. വേണ്ട വേണ്ട, ഇനി എന്റെ കണ്ണ് നിറയില്ല. ആദ്യം കണ്ടിട്ട് പിന്നെ ഇവിടെയുള്ളവർ കൂടി വിഷമം തോന്നിക്കണ്ട എന്നൊക്കെ വലിയ കാര്യത്തിൽ വാക്ക് പറഞ്ഞതാ കാലത്തിക്കോട്ട് പുറപ്പെടുന്ന മുൻപ്. എന്നിട്ടിപ്പോ കുഞ്ചൂസേ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ മൂക്ക് പിഴിയാനും നിലവിളിക്കാനും ഒന്നും പുറപ്പെടണ്ട, കേട്ടല്ലോ? അടങ്ങി ഒതുങ്ങി ഇരുന്നോണം ഒരു ഭാഗത്ത്. ആ അശ്വതി, പണ്ടൊരു 6-7 മാസക്കാലം സ്വന്തം വാറ്റുപരയിലെ ശേഖരജി ഒളിപ്പിച്ചിരുത്തിയ ഒരാളുടെ അനുഭവക്കുറിപ്പാ. കുഞ്ചൂസിന് ഓർമ്മ കാണും, ഇടയ്ക്ക് പറയാറില്ലേ അച്ഛൻ ആദ്യമായിട്ട് റാക്ക് കുടിക്കാൻ പഠിപ്പിച്ച ഒരു രാഹുണ്യേട്ടനെ കുറിച്ച്. ആ ആൻഡ്രൂസിന്റെ നരേന്ദ്രന്റെ ഒക്കെ അനുശോചനത്തിന് പകരം ഇത് കൊടുക്കാം നമുക്ക്. ദിസ് ഈസ് സോ ടച്ചിങ്. ഓ, വായിച്ചപ്പോ വല്ലാണ്ട് കണ്ണു നിറഞ്ഞു പോയി എനിക്ക്. അങ്ങനെ ശേഖരന്റെ മരണം അതങ്ങ് കഴിഞ്ഞു. ഇതിപ്പോ ദിവസം 3-4 നമ്മൾ ഇത് തന്നെ ഫ്രണ്ട് പേജിൽ വെച്ച് കളിക്കുന്നു, ഇല്ലേ നന്ദൻ? അല്ല, സംഭവം സ്റ്റൈലായി തുടങ്ങിയില്ലേ എന്നൊരു സംശയം. നാളെ മുതൽ നിങ്ങൾ അകത്തെ പേജിലോട്ട് തള്ളിയാലോ? എന്നാ? അല്ല, PA വിളിച്ചപ്പോ ഗൗരവമായിട്ടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ചീഫ് എഡിറ്റർക്ക്. ചുറ്റിക്കറങ്ങി അതേലോട്ട് തന്നെ വരുവാടോ തന്റെ ഈ ചീഫ് എഡിറ്റർ. അതായത് കേട്ടോ നന്ദൻ, നമുക്ക് ഇന്ന് വെളുപ്പിന് കിട്ടിയ കണക്കും കൂടെ വെച്ച് നോക്കുമ്പോ മൊത്തം 8,47,314. അതാ ഇപ്പൊ നമ്മുടെ കേരള വിസ്മയുടെ ഒരു ടോട്ടൽ സർക്കുലേഷൻ. എന്നാൽ ഇനി വരാൻ പോണ 4 മാസം കൊണ്ട്, അതായത് അടുത്ത ABC കണക്കെടുപ്പിന് മുമ്പ് നമുക്കൊരു 10 ലക്ഷത്തെ കൊണ്ട് മുട്ടിക്കണം. ഒരു സർക്കുലേഷൻ ബുക്ക് എന്നാ വേണ്ടായോ? പക്ഷെ അതിന് ചുമ്മാതൊക്കെ വില, അതിലെ കൃത്രിമങ്ങളും കൂടെ വേണ്ടിവരും എന്ന് അല്ലേ? അല്ല, എന്നാത്തേണ്ട അതിനുള്ള മരുന്നാ ഇതില് കൃത്രിമത്തിന്. ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ അനന്തനാരായണൻ നമ്പി, ഡോക്ടർ KP അടിയോടി. ശാസ്ത്രജ്ഞന്മാരാ നമ്മുടെ ബഹിരാകാശ കേന്ദ്രത്തില്. അറിയാം. എന്നാ മറിക്ക്. പെൺകൊച്ചുങ്ങൾ കാഴ്ചക്ക് കൊള്ളാം, പേശകായില്ലയോ? അപ്പൊ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെയും 2 ഇവിളുമാരെയും കൂട്ടിച്ചേർത്ത് വെച്ച് ഇത്തിരി കൊള്ളിക്കരുതാഴുക പറഞ്ഞാല് അതാര് കേട്ടാലും അതങ്ങ് നമ്പും, ഇല്ലേ നന്ദൻ? അതേടോ, കഴിഞ്ഞ കൊല്ലത്തെ വേൾഡ് സ്പേസ് ഫിസിക്സ് കോൺഗ്രസിന് ചിക്കാഗോയിൽ ചെന്നിറങ്ങിയ നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാരും പിന്നെ തേണ്ടി പെമ്പിള്ളരും ഒരുമിച്ച് ഒരേ ഹോട്ടലിലായിരുന്നു പൊറുതി. തേണ്ടി ഇതിലുണ്ട് കള്ളാസുകൾ. എടോ, ഒരുമിച്ച് പൊറുത്തു എന്ന് പറഞ്ഞാല് ഒരേ മുറിയിലാന്നല്ല, ഒരേ ഹോട്ടലില് ഒരേ സമയത്ത് ഒരേ ദിവസങ്ങളില്. എന്നാ അത് പോരായോ? ആയിക്കോട്ടെ നന്ദൻ, അതാര് നോക്കുന്നു? ഒരുമിച്ചല്ലേലും ഒരുമിച്ചായിരുന്നു എന്ന് നമ്മളങ്ങ് വരുത്തി തീർക്കും. അതിന് വേണ്ടപ്പെട്ട ചില രേഖകൾ ഉണ്ടാക്കി അയക്കാൻ അമേരിക്കയുടെ ഒരു ഡിക്റ്റേറ്റീവ് ഏജൻസിക്ക് ഇത്തിരി ചക്രവും കൂടെ കൊടുത്ത് ഏൽപ്പിച്ചാ ഇത്തവണ അവിടെ നിങ്ങോട്ട് പോന്നിരിക്കുന്നത് തന്റെ ഈ ചീഫ് എഡിറ്റർ. ഇന്ത്യൻ ബഹിരാകാശ തന്ത്രങ്ങൾ ചോരുന്നു, വിദേശചാര സുന്ദരിമാർക്കൊപ്പം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ, ഭാരതം അപകടത്തിൽ. യാതൊരു ബേസും ഇല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചാൽ ഇവരുടെയൊക്കെ ഫാമിലീസ്, സോഷ്യൽ ലൈഫ്, രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് വാഴയ്ക്കാത്തൊലി. എടോ നന്ദൻ, ആരുടെയൊക്കെ എന്നാക്ക ഒടിഞ്ഞാലും ശരി, പറഞ്ഞല്ലോ ഐ വാണ്ട് എ സർക്കുലേഷൻ ബുക്ക്. എനിക്ക് 10 ലക്ഷം പത്രം അടിച്ചു വിൽക്കണം, പരസ്യറേറ്റ് കൂട്ടണം, കൊച്ചുമക്കൾക്ക് വേണ്ടി 10 ഏക്കർ മിച്ചം പിടിക്കണം. അതാ പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ ഈ പാട്ടത്തി കുടുംബക്കാരുടെ ഒരു പത്രധർമ്മം. എന്ന് മനസ്സിലായോ അതെനിക്ക്? ഇല്ല സർ, ഐ ഡിഡ് നോട്ട് ഗെറ്റ് യു. ഇല്ലാത്ത ചാരസുന്ദരിയുടെ ഹോട്ടൽ മുറിയിലെ കിടക്കവിരിയിൽ എത്ര പേരുടെ വിയർപ്പിറ്റു, എത്ര തുള്ളി രേതസിറ്റു എന്ന് കണക്കെടുക്കുന്ന സ്റ്റിങ്കിങ്, സിക്കനിങ്, റിപ്പൾസീവ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ കൊണ്ട് സർക്കുലേഷൻ ഭൂമുണ്ടാക്കുന്ന പത്രധർമ്മത്തിന്റെ പടിന്യായങ്ങളും എനിക്ക് മനസ്സിലാവില്ല. For they are too tough for my convictions to grasp. For they are too difficult for my conscience to digest. So Nandan, please sir. ഇല്ലാത്ത രാജ്യദ്രോഹ കഥകളിലും ഇല്ലാത്ത വാണിഭ കേസുകളിലും പ്രതികളെന്ന് മുദ്രകുത്തി പ്രായം തികഞ്ഞ സ്വന്തം പെൺമക്കളുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത ഗതികേടിൽ പലരെയും ജീവിതത്തിൽ നിന്ന് പടിയിറക്കി പിണ്ണം വെച്ചിട്ടുണ്ട് അങ്ങയുടെ ഈ മഹാപാരമ്പര്യമുള്ള പത്രം. നന്ദൻ, വെറും ഒരു കുരുവിത്തരം വേവിച്ചോടല്ല കേരള ചീഫ് എഡിറ്റർ ഔതക്കുട്ടിച്ചാനോടാ താനി സംസാരിക്കുന്നത്. സോ സ്റ്റോപ്പ് ദ നോൺസെൻസ്. തനിക്ക് സമ്മതമാണെങ്കിലും ശരി അല്ലേലും ശരി, വരുന്ന തിങ്കളാഴ്ച മുതൽ കേരള അച്ചടിച്ചു തുടങ്ങും ഈ ചാരക്കഥ. എന്താ, തയ്യാറുണ്ടോ താൻ? Just say yes or no. No sir, a big blatant no. അസോസിയേറ്റ് എഡിറ്ററുടെ കസേരയിൽ ഈ നന്ദഗോപാൽ ഇരിക്കുവോളം ഇങ്ങനെ ഒരു കെട്ടുകഥ അച്ചടിച്ചു വരില്ല കേരള രശ്മിയിൽ. It is my prerogative to say no. എന്നാ പിന്നെ നാളെ മുതൽ അസോസിയേറ്റ് എഡിറ്ററുടെ കസേരയിൽ തനിക്ക് വരെ കുരുവിത്തരം വേവിച്ചെങ്കിൽ ഇരുന്നാലോ നന്ദൻ? Impossible sir.
ഇങ്ങോട്ട് പുറപ്പെടും മുമ്പ് ഡൽഹിയിൽ അങ്ങയുടെ മൂത്ത മകൻ രവി ജോസഫും ഞാനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി വേണമെങ്കിൽ അങ്ങേക്ക് പരിശോധിക്കാം. എസ്പെഷ്യലി അതിലെ ക്ലോസ് നമ്പർ 3. 3 വർഷത്തേക്ക് നന്ദഗോപാലിനെ ഇവിടെ നിന്ന് പിരിച്ചയക്കാൻ അങ്ങേക്ക് അധികാരമില്ല. For various reasons, unless I wish to be sacked. And I am sorry, sir. Sorry for being impolite. And mind you, sir, റബ്ബർ മരം വെട്ടിമുറിച്ചാൽ ഇറ്റ് കിട്ടുന്ന കറ കൊണ്ട് അങ്ങേക്ക് സാമ്രാജ്യങ്ങൾ കെട്ടി ഉയർത്താം. അതിനങ്ങേക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒപ്പം ഒരു പത്ര സാമ്രാജ്യം കെട്ടിയുറപ്പിക്കാനുള്ള വെമ്പലിൽ കണ്ണിൽ കാണുന്നതിന്റെ എല്ലാം നേർക്ക് കത്തി വീശാൻ അങ്ങ് തുനിയുമ്പോൾ മുറിയുന്നത് മരമല്ല സർ, മനുഷ്യ ഹൃദയങ്ങളാണ്. ഇറ്റ് വീഴുന്നത് കറയല്ല, നിരപരാധികളുടെ കണ്ണീരും ചോരയുമാണ്. അതിൽ നിന്ന് കെട്ടി ഉയർത്തുന്നതൊന്നും ഒരു സാമ്രാജ്യവും ശാശ്വതമാവില്ല. അവിടെ കുട്ടിച്ചാൻ, പ്ലീസ് കീപ് ദാറ്റ് പ്രിന്റഡ് ഇൻ യുവർ മൈൻഡ്. ഗംഭീരം നന്ദഗോപാൽ, അതിഗംഭീരം. പറഞ്ഞു കേട്ടതിനേക്കാൾ വാക്ചാതുരി, അറിഞ്ഞു വെച്ചതിനേക്കാൾ ചങ്കൂറ്റം. ഐ ഫീൽ സോ പ്ലീസ് ടു കൺഗ്രാറ്റുലേറ്റ് യു. ഇല്ലടോ, ഞാൻ ഈ നന്ദഗോപാലിനെ ചുമ്മാതൊന്ന് വളച്ചു നോക്കിയതാ ഒടിയോന്നറിയാൻ. എന്നാ നന്ദന് മനസ്സിലായോടോ വിശ്വനാഥനെ? അറിയും സർ. പണ്ടേതോ ചതിയിൽ അങ്ങയുടെ അനുജൻ പാട്ടത്തിൽ ചെറിയാച്ചൻ അവകാശപ്പെട്ട ഷെയറുകൾ കൈവശപ്പെടുത്തി ചരിത്രത്തിൽ ആദ്യമായി കേരള രശ്മിയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തിയ ഔട്ട്സൈഡർ. ഒറ്റയ്ക്ക് നിന്നാൽ പത്രത്തിന്റെ ഡയറക്ടർ ബോർഡിൽ അങ്ങേക്കാൾ ശക്തൻ. നാളെ ഒരുപക്ഷെ ഈ അച്ഛന്റെ കാലം കഴിഞ്ഞാൽ തമ്മിലടിക്കുന്ന മക്കളുടെ തലയ്ക്ക് മീതെ കേരള രശ്മിയിലെ സർവശക്തൻ. ആൻഡ് ഹി ഈസ് ദ മോസ്റ്റ് ഇന്റിമിഡേറ്റിംഗ് എനിമി ഹൂം യു സ്ലീപ്പ്. ആം ഐ റൈറ്റ് മിസ്റ്റർ വിശ്വനാഥൻ? ബൈ സർ. വല്ലാത്തൊരു വിത്തുഗുണമുള്ള തീയാണവൻ, സൂക്ഷിക്കണം. He comes from such a dangerous lineage of fire. ഇതെന്തു പറ്റി? തിരുവിതാംകൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ പഴയ ജനറൽ സെക്രട്ടറിക്ക് പതിവില്ലാത്തൊരു ചിന്താഭാരം. മൂക്കുപൊടി തീർന്നിട്ട്? അല്ല മോളെ, ഞാൻ വല്ലാത്തൊരു ക്ഷീണമല്ലേ? ഇപ്പം മാറിക്കോളും. ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ, മാർക്കറ്റിൽ ഒരു കടയിൽ കണ്ടുവച്ചിട്ടുണ്ട്, വാങ്ങിത്തരാന്ന്. മെയ്ഡ് ഇൻ ബംഗാൾ. നീ എന്തിനാ മോളെ ഇതിനിടയ്ക്ക്? അയ്യേ, അതിന് ഞാൻ മാർക്കറ്റിൽ ഇറങ്ങി ചുറ്റിത്തിരിഞ്ഞിട്ടൊന്നുമില്ല. ഇതാ ചെക്കനെ വിട്ട് വരുത്തിച്ചതാ, ഇബിനുനെ. എന്നിട്ട് എവിടെ മുഖപ്രസംഗം? അല്ല, അത് ഞാൻ ആഹാ, നന്നായിരിക്കുന്നു. ഇതിങ്ങനെ തന്നെ അങ്ങ് കമ്പോസ് ചെയ്യാൻ കൊടുക്കാം. എന്താ വെറുതെ ഇങ്ങനെ കടലാസും പേനായും എടുത്ത് മുന്നിൽ വെക്കുന്നു എന്നല്ലാതെ കൈ അങ്ങോട്ട് ചലിച്ചു കിട്ടുന്നില്ല മോളെ. കിട്ടണം. ഉറങ്ങുന്ന മലയാള മനസാക്ഷിയെ ഒരുപാട് തവണ കുറുക്കി കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ച് വിളിച്ചുണർത്തിയ മാധവ്ജിയുടെ പേനയ്ക്ക് ചലിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാല് ദാ ജാഗ്രത ഇപ്പൊ തന്നെ അടച്ചുപൂട്ടാൻ പറയാം മാനേജരോട്. എന്താ മോളെ? എന്താടാ? ചേച്ചി, നന്ദേട്ടൻ ഇതാ പുറത്ത് കാറില്. നിന്നെ എന്തോ കാണാനുണ്ട്, സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്ത് അനുവാദം ചോദിച്ചിരുന്നു നന്ദൻ. മോള് വേഗം ചെല്ലേ. അപ്പൊ മുഖപ്രസംഗം? ചായ നന്ദഗോപാലിന്റെ സ്വന്തം കൈപ്പടയിലാണ്. തനിക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. ആഹാ, എന്തു പറ്റി? സ്വയം മറന്ന് ഇങ്ങനെ ഒരു നിൽപ്പ്, ആസ് ഇഫ് ഇൻ എ ട്രാൻസ്. അല്ല, ഞാനിതിങ്ങനെ നന്ദഗോപാലിന്റെ ജീവിതത്തിലെ ഒരു അപൂർവ സമ്പാദ്യമാണ് ഇതായത്. അച്ഛൻ പബ്ലിഷ് ചെയ്തിരുന്ന പത്രം ദി ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് ഫ്രം ബോംബെ. ഇതിറങ്ങിയ ദിവസം അച്ഛൻ കൊല്ലപ്പെടുന്നത്. ഈ സമരാഹ്വാനത്തിന്റെ പേരിൽ he was hunted down. കൺമുന്നിൽ അച്ഛൻ വെടിയേറ്റ് വീഴുന്നത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു പോയൊരു വള്ളിനിക്കറുകാരന് അന്ന് ഇത് മാത്രമേ ബാക്കി കിട്ടിയുള്ളൂ. ഒരു നിധി പോലെ ഇങ്ങനെ എടുത്ത് കാത്തു സൂക്ഷിച്ചു വെക്കാൻ. ഒരർത്ഥത്തിൽ ഒരേ അനുഭവത്തിന്റെ തന്നെ അനന്തരാവകാശികളാ നമ്മൾ രണ്ടാളും, അല്ലേ? മുമ്പൊരിക്കൽ എന്റെ അച്ഛൻ, ഇപ്പൊ ശേഖരേട്ടൻ. വ്യക്തികളും സ്ഥലവും കാലവും ഒക്കെ മാറിയിട്ടുണ്ടാവാം, പക്ഷെ ക്രൂരമായി കൊന്നു തള്ളിയത് ഒരേ ജനസിലുള്ള ശക്തികൾ തന്നെയാണ്. രണ്ടാളെ
The same savage, slaughterous forces. And look at the way they celebrated his death. End to aggressive trade unionism. Venugopal shot dead. End to aberrational unionism. ഉഗ്രവാദി എന്നും ഉന്മാദി എന്നും വരെ മുദ്രകുത്തി ദി ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് എഡിറ്റർ വേണുഗോപാലിന്റെ മരണം അന്നൊരു ആഘോഷമാക്കിയെടുത്തു തുണിമിൽ ലോബിയുടെ മുഖപത്രങ്ങൾ. എന്നിട്ട് ഒടുവിൽ ഒരിറ്റ് കണ്ണീര്. ബോംബെ വീപ്സ്. മഹാനഗരം വിതുമ്പി പോലും. ലക്ഷണം കണ്ടിട്ട് താനും വല്ലാതെ കരഞ്ഞതുപോലെ ഉണ്ടെന്ന് അല്ലേ? കരയിക്കാനല്ല, ഇനി ഒരിക്കലും ഈ കണ്ണ് നിറയില്ലെന്നൊരു തീരുമാനത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇല്ല നന്ദൻ, ഒന്നിന്റെ മുന്നിൽ തോറ്റു കൊടുത്തിട്ടില്ലാത്ത ശേഖരന്റെ മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പതറിപ്പോവില്ല, തളരില്ല എന്നൊക്കെ ഭാവിക്കാൻ ശ്രമിച്ചിട്ട് അതിന്റെ ഒരു സ്ട്രെയിനിൽ കണ്ണു കലങ്ങിയതാവും. അല്ലാതെ പറഞ്ഞില്ലേ കീഴടങ്ങാൻ അറിയാത്ത ശേഖരന്റെ മകളെന്ന്. That's your spirit and that's your bloodline. അത് മറക്കാൻ പാടില്ല. കഷ്ടം. നല്ല ഒന്നാന്തരം ഒരു പുണ്യാത്മാവായിരുന്നു നമ്മുടെ ഈ ചത്തുപോയ ശേഖരേട്ടൻ, ഇല്ലേ അണ്ണൻജി? ഈ ഞാനെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും എന്താ പറയാ, ഒരു സ്വന്തം മകനെ പോലെ അത്രയ്ക്കൊരു വാത്സല്യമായിരുന്നു ശേഖരേട്ടന്. ഓർക്കുമ്പോ എനിക്കെന്റെ രോമം ഇന്നേ തീയതി വരെ ശേഖരൻ കൊലക്കേസിൽ എന്തൊക്കെ അന്വേഷണം നടന്നു, എന്തൊക്കെ തെളിവെടുത്തു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇത് FIR, ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പിന്നെ ഇത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. അതാകുമ്പോ നാളെ ക്യാബിനറ്റിൽ വെക്കാൻ ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് ഇന്നലെ പാതിരാത്രിക്ക് CM നേരിട്ട് വിളിച്ചുകൊടുത്ത് തൊള്ള കയറിയതിന് അന്നേരം മുതലിരുന്ന് കുത്തിപ്പടച്ചുണ്ടാക്കിയതിന്റെ കോപ്പിയായത്. സൂക്ഷിച്ചോളണം. സാക്ഷാൽ DGP അങ്ങനെ ഇത് വാങ്ങാൻ കൈനീട്ടിയെങ്കിലും ഉണ്ടല്ലോ, ചെന്ന് കുഞ്ഞബ്ദുള്ളയോട് ചോദിക്കാൻ പറയുമായിരുന്നു ഞാൻ. യോ പൊന്നേ, സഭാപതി എടുത്ത് തന്നു എന്നും പറഞ്ഞ് പത്രത്തിലെങ്കിലും കയറ്റി കാച്ചിക്കളയല്ലേ. എന്നെ എടുത്ത് ഉടുത്തുകളയും മേലുദ്യോഗസ്ഥന്മാര്. നന്ദൻജി, എവിഡൻസ് സൈഡിൽ വളരെ വീക്കായി കേസ്. തെളിവുകൾ തീരെ പോരാ ഞാൻ പഠിച്ചിടത്തോളം. ഓഹോ, ഒരൊറ്റ സ്പാർക്ക്. എവിടെന്നേലും ഒരു തെളിവിന്റെ തുമ്പ്, ഒരു എറുമ്പിന്റെ കുഞ്ഞ് കിണ്ണാമണിയുടെ അത്രയും ഒന്നിങ്ങോട്ട് വീണ് കയ്യിലോട്ട് കിട്ടിയേച്ചാ മതി, പിടിച്ചൊരൊറ്റ കേറ്റകേറി സഭാപതി. പിന്നെ ഏത് കൊമ്പത്ത മോന്റെ മോനാണെന്ന് പറഞ്ഞാലും ശരി, കേട്ട് തകത്തിട്ടുള്ള പെരുമാറ്റമാണ് സഭാപതിക്ക്. പക്ഷെ പറഞ്ഞാൽ ഒരുത്തരം വിശ്വസിക്കല നന്ദൻജി. അത്രയ്ക്ക് സിൻസിയറാ ഞാൻ ഈ കേസിൽ. അത്രയ്ക്ക് മഹിമയാ എനിക്ക് ശേഖരേട്ടൻ പറഞ്ഞാൽ. ഇവിടെ എന്താണെന്ന് ചുമ്മാ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ ഞാൻ. ഇടയ്ക്ക് വെച്ച് കയ്യില് തുട്ട് തീർന്നു പോയി. അപ്പൊ തോന്നി ഡാഡിയെ വന്നൊന്ന് കാണണമെന്ന്. മകളാ? ഓഹോ മോളെ, ഇത് മിസ്റ്റർ നന്ദഗോപാൽ, കേരള രശ്മി. അറിയാം, അന്ന് ഡാഡിനെ എടുത്തിട്ട് കൊടഞ്ഞ പാർട്ടി കോൺസ്റ്റബിൾസ് വന്ന് പറഞ്ഞായിരുന്നു. കലക്കി. ഐ ആം സോ ത്രിൽഡ് ടു സീ യു മാൻ. ഹായ്. ഓക്കേ, ഐ ഡോണ്ട് മൈൻഡ്. എന്താ മോളെ, ഡാഡി ചോദിച്ചാ തരില്ലേ? മൈ ഫുഡ് ചോദിച്ചാലുടനെ തരുന്ന ഒരു ഡാഡി, അല്ലെങ്കിൽ തന്നെ ലൈക്ക് ഹിം. എനിക്കും പോക്കറ്റ് അടിക്കുന്ന ഇഷ്ടം. ആൻഡ് ഐ ലവ് ബിഗ് പോക്കറ്റ്സ്. മോളെ ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ് മാൻ. അല്ലെങ്കിൽ തന്നെ why should he bother? മുഴുവൻ കണ്ടവന്റെ ഒക്കെ കാശായതില് കൈക്കൂലി. Oh shut up man. Excuse me. Yes. എന്താ കുട്ടിയുടെ പേര്? മോണിക്ക. അയ്യോ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ക്ലിന്റൺ അങ്കിളുടെ മറ്റേ കുട്ടി ഉണ്ടല്ലോ, മോണിക്ക ലെവിൻസ്കി, അവളൊന്നും അല്ല കേട്ടോ. ഐ ആം ജസ്റ്റ് മോണിക്ക ഡേവിഡ് സബാപതി. എന്തായാലും കുട്ടി ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്ത് നിൽക്കണം. Me? Yeah. Oh but why? Sir, please, for your sake. ഡാഡിയുടെ മോനും അല്ലടാ, പ്ലീസ് ഡാ. Okay, okay, I don't mind. Bye man. സർവീസ് റിവോൾവർ എടുത്ത് വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ നന്ദൻജി? താൻ ഈ തള്ളയുടെ ഊര അവൾക്ക്. എടോ പുല്ലേ,
എടോ പുല്ലേ സഭാപതി, മിസ്റ്റർ നന്ദൻ, എടോ താൻ ഇന്ന് എന്റെ സെക്രട്ടറിയെ കൊണ്ട് മിനിറ്റ് വെച്ച് ചുട്ടെടുത്ത് എനിക്ക് വിളമ്പി എന്ന് പറയപ്പെടുന്ന തന്റെ ഈ സ്റ്റുപ്പിഡ് കോൺകോക്റ്റഡ് റിപ്പോർട്ട്സ് ഉണ്ടല്ലോ, ഇതെടുത്ത് ഇങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോളും നന്ദഗോപാലിനെ ധരിച്ചു താൻ അല്ലടോ? അതേടോ പുല്ലേ. ഈ കേസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ താൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇതിൽ നിറയെ. ഇത് കൊല്ലപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഹരിദാസിന് ചില അധോലോക ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ പേരിൽ ആരോ ഒരുക്കി വെച്ച കെണിയിൽ ശേഖരേട്ടനും അറിയാതെ ചെന്ന് പെട്ടുപോയതാവാമെന്ന് ഊഹിക്കുന്ന തന്റെ റിപ്പോർട്ട്. അറ്റൻഷൻ ഹോം മിനിസ്റ്റർ ആൻഡ് കോപ്പി ടു DGP. ഇത് തന്റെ വത്സല ശിഷ്യൻ തോമസ് വാഴക്കാലി തന്നെ കേസ് അന്വേഷണം സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പത്രപ്രവർത്തക സമിതിയും നന്ദഗോപാലും മുന്നോട്ട് വെച്ച് പ്രത്യേക അന്വേഷണ ഓഫീസർ എന്ന നിർദ്ദേശം തൽക്കാലം പോലീസിന്റെ വിശ്വാസ്യത തകർക്കുമെന്നുമെല്ലാം ഇന്നലെ ഹോം സെക്രട്ടറി വിളിച്ചുകൂട്ടിയ ഹൈ ലെവൽ കോൺഫറൻസിൽ താൻ ഘോരഘോരം വാദിച്ചു എന്ന് തെളിയിക്കുന്ന മിനിറ്റ്സ്. ഇത് ശേഖരേട്ടനെ കുറിച്ച് താൻ നടത്തിയ ചില ഓഫ് ഹാൻഡ് കമന്റ്സിന്റെ പകർപ്പ്. പിന്നെ ഇതാ ഇന്ന് കൊച്ചു വെളുപ്പാൻ കാലം മുതൽ ഉറക്കമളച്ചിരുന്ന് ഉണ്ടാക്കിയെടുത്ത് മുഖ്യമന്ത്രിക്ക് ബൈ ഹാൻഡ് അയച്ചു കൊടുത്തുവെന്ന് താൻ അവകാശപ്പെടുന്ന യഥാർത്ഥ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ടിന്റെ ഇതിന്റെ അല്ല, ഒറിജിനലിന്റെ ഫാക്സ് കോപ്പി. എന്താ വായിച്ചു കേൾക്കണോ ഇതിന്റെ ഉള്ളിൽ എന്താ താൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന്? അയ്യോ വേണ്ട. ബട്ട് മിസ്റ്റർ നന്ദൻ ഇതെങ്ങനെ? DIG, അവനവന്റെ പണി നല്ല ഭംഗിയായി പണിയാൻ അറിയാവുന്ന ഒരു പത്രപ്രവർത്തകന് ഇത് സംഘടിപ്പിച്ചെടുക്കണമെങ്കിൽ അതിന് അത്ര പെരുത്ത കായികാധ്വാനവും ബുദ്ധിവ്യായാമവും കാലവയവും ഒന്നും വേണ്ടിവരില്ല. കൃത്യമായിട്ടൊന്ന് പ്രഷറൈസ് ചെയ്താൽ നിഷ്പ്രയാസം വഴങ്ങിത്തരുന്ന ആവശ്യം കോൺടാക്ട്സ്, ഏറിയാൽ ഒരു 1/2 ഡസൻ ടെലിഫോൺ കോൾസ്, അത്രേ വേണ്ടതാ ഇതിനൊക്കെ. എടോ ജബദാസ് ഡേവിഡ് സഭാപതി, ഈ കേസിൽ ഐ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി യുവർ ഇൻട്രസ്റ്റ് ആർ. പക്ഷേ തന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയായാലും ശരി, അത് ഏതവനൊക്കെ വേണ്ടിയിട്ടായാലും ശരി, ശേഖരേട്ടന്റെ മരണത്തെ സംബന്ധിക്കുന്ന സത്യങ്ങൾ വിഴുങ്ങാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഐ വിൽ മേക്ക് യു സ്പ്യൂ അപ്പ്. കഴുത്തിന് പിടിച്ച് ഛർദ്ദിപ്പിക്കും ഞാൻ തന്നെ കൊണ്ട്. ദാ ഇനിയും വെട്ടിത്തിരുത്താനും വളച്ചൊടിക്കാനും മൂടിപ്പിടിക്കാനുമാണ് തന്റെ പുറപ്പാടെങ്കിൽ വെറുതെ ചില സാധാ സ്വന്തം ലേഖകന്മാർ വിളിച്ചു പറയും പോലെ പത്രത്തിൽ എഴുതി താറടിച്ചു കളയും തന്നെ ഞാനെന്ന് ഭീഷണിപ്പെടുത്താൻ വന്നതല്ല നന്ദൻ. But I'll just strip you. ഇതങ്ങ് പിടിച്ച് ഉരിഞ്ഞു കളഞ്ഞിട്ട് തെരുവിൽ കൊണ്ട് നിർത്തും തന്നെ ഞാൻ പൊതുജന മധ്യത്തില്. സൂക്ഷിച്ചോ, I strip you threadbare. ഹലോ, CI ഓഫീസ് കൊച്ചി സബർ. അയ്യോ കുറുപ്പാണ് സാർ, പരമേശ്വര കുറുപ്പ്, ASI. ഇല്ല സാർ, സർക്കിൾ അദ്ദേഹം ഇനി എത്തിയിട്ടില്ല സാർ. ഓവ വന്നാൽ ഉടനെ വിളിക്കാൻ പറയാം സാർ. ഓവ സാർ. ഓ ഉറപ്പേ, ഏതവനോടാണോ ഇത്ര ഭവ്യതയില്? അയ്യോ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ. എടോ ആരാ വിളിച്ചെന്ന്? ഇദ്ദേഹം ദാ അർജന്റ് ആയിട്ട് ഈ നമ്പറിലോട്ട് തിരിച്ച് ബന്ധപ്പെടാൻ പറഞ്ഞു. ആര്? ഏതോ ഒരു SP അദ്ദേഹം, ഒരു ഫിറോസ് മുഹമ്മദ്. കറക്കട്ടോ? അവിടെ വെക്കണോ? ഇരിക്കപ്പുറത്ത് തരുന്നില്ല സാർ. ഇന്നലെയും ഇന്നുമായിട്ട് ഏതാണ്ട് ഒരു 26 തവണയെങ്കിലും വിളിച്ചു കാണും. ആ കാഞ്ഞു പോയ ശേഖരനെ കുഴിന്ന് മാന്തി എടുത്ത് ജീവൻ വെപ്പിക്കാൻ വന്നവനാ. ആ സേഡ്ജിൽ അവിടെ ഒരു പൊതി കൊടുത്തു വിട്ട് നിങ്ങൾ വന്നായിരുന്നോ? ഓവാ. എങ്കിൽ പിന്നെ അത് വേണ്ടോ ആദ്യം പറയാൻ. ഞെട് തനിക്കുള്ള കിട്ടിയോടോ? ആ ഞാൻ ക്ലബിലേക്കാ. ആര് വിളിച്ചാലും പറയണ്ട ഞാൻ എവിടെ ഉണ്ടെന്ന്. കേട്ടല്ലോ? ഓ രൂപ 1ഉം 2ഉം അല്ല, 67,000 പോയി തൊലഞ്ഞു കിടക്കുന്നത്. ഓവാ. അയ്യോ സാർ, അപ്പൊ മറ്റേ SP അദ്ദേഹം വിളിച്ചാലോ? പറയണ്ടെന്ന് പറഞ്ഞപ്പോ അയാളോട് നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ എന്നെ വിളിക്കാൻ പറ. ഓവാ. ഇത് പൊട്ടിയല്ലോടോ. അകത്ത് 2 കിടക്കുന്ന എടുക്കട്ടോ സാർ? വേഗം എടുക്കടോ. ഓവാ.